ടൈം ആൻഡ് വർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ പറഞ്ഞേക്കുന്നത് എ ക്യാൻ കംപ്ലീറ്റ് 4/5 ഓഫ് എ വർക്ക് ഇൻ 16 days. എ എന്നുള്ള ഒരാൾക്ക് 16 ദിവസം കൊണ്ട് ഒരു വർക്കിന്റെ 4/5 കംപ്ലീറ്റ് ചെയ്യാം. അടുത്തത് ബി ക്യാൻ കംപ്ലീറ്റ്, ബി എന്നുള്ള ഒരാൾക്ക് 60% വർക്കിന്റെ 60%ത്തിന് 15 ദിവസം എടുക്കും. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് സി എന്നുള്ള ഒരാൾക്ക് 30 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ പോകുന്നത് എ എൻ സി ഡിസൈഡ് ടു വർക്ക്, എയും സിയും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ആദ്യത്തെ 6 ദിവസം വർക്ക് ചെയ്യാണ്, പിന്നീട് ബി ജോയിൻ ചെയ്യണം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് LCM മെത്തേഡ് ആണ്. LCM മെത്തേഡ് ആകുമ്പോൾ ഇവിടെ ഇപ്പൊ തന്നേക്കുന്നത് ഒരാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും പിന്നീട് അവർ സെപ്പറേറ്റ് ടൈമിൽ വർക്ക് ചെയ്യുന്നതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് LCM മെത്തേഡ് വെച്ച് ചെയ്യാം. ഇനി LCM മെത്തേഡിലേക്ക് പോവാണെങ്കിൽ അതിൽ നമുക്കുണ്ട് LCM മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ABC 3 പേരുണ്ടെങ്കിൽ അവർ ഇൻഡിവിജ്വലായി ടൈം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എടുത്തിട്ട് അതിന്റെ LCM-നെ നമ്മൾ ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കും. അതിൽ നിന്ന് അവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കും. എന്നിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ABC വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം വേണം. അപ്പൊ അതിന് നമുക്ക് തന്നേക്കുന്ന ഡാറ്റ എയുടെ പറഞ്ഞേക്കുന്നത് എ എന്നുള്ള ഒരാള് ഒരു വർക്കിന്റെ 4/5 കംപ്ലീറ്റ് ചെയ്യുന്ന 60 days, അതായത് ടോട്ടൽ വർക്ക് 5 ആണെങ്കിൽ അതിൽ 4 പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 16 days ആണ്. 4 പാർട്ടിന് 16 ആണെങ്കിൽ ടോട്ടൽ വർക്കായ 5-ന് എടുക്കുന്നത് 20 days ആയിരിക്കും. അപ്പോൾ എ എന്നുള്ള ഒരാൾ എടുക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 20 days ആണെന്ന് ഇവിടെ കിട്ടി. ഇനി അടുത്തത് ബിയുടെ കേസ് പറഞ്ഞേക്കുന്നത് ബി വർക്കിന്റെ 60% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 15 days ആണ്. 60% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 15 days ആണ്. അപ്പം ടോട്ടൽ വർക്ക് അതിന്റെ 100% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 15 days ആണെങ്കിൽ 60%ത്തിന് 15 ദിവസം, 60/4 ആണ് 15. അപ്പൊ 100%ത്തിന് 100/4 25 ദിവസമായിരിക്കും ബി എടുക്കുന്നത്. അപ്പൊ ബി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 20 ദിവസമാണെന്ന് കിട്ടി. സിയുടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, സിയുടെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. സി എടുക്കുന്നത് 30 ദിവസമാണ്. സി 30 ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ LCM മെത്തേഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എ ബി സി 3 പേരുണ്ട്. എ എടുക്കുന്നത് 20 days ആണ്, ബി എടുക്കുന്നത് 25 days ആണ്, സി എടുക്കുന്നത് 30 days ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ LCM-നെ ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കും. ഇതിന്റെ LCM വരാൻ പോകുന്നത് 25 30 ഉള്ളത് കൊണ്ട് തന്നെ LCM വരാൻ പോകുന്നത് 150 വരില്ല, 300 ആണ് ഇതിന്റെ LCM. അപ്പൊ ഇതിന് നമ്മൾ ഇത് ഒരാൾ എടുക്കുന്ന ടൈമാണ്, ഇത് ടോട്ടൽ വർക്കാണ്, ഇത് ടോട്ടൽ വർക്ക് ആയിട്ട് എടുത്തേക്കാണ്. ഇനി എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓരോ ആളും ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നുള്ളതാണ് എഫിഷ്യൻസി. ഞാനിവിടെ ഇൻ ബിറ്റ്വീൻ ആണ് എഴുതുന്നത്. ഇത് തന്നെ ചെയ്യുമ്പോൾ വേറെ മോഡൽ നേരെ എഴുതിയിട്ടും ചെയ്യാറുണ്ട്. രണ്ടും സെയിം ആണ്, വാല്യൂസ് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എഫിഷ്യൻസി എടുക്കുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 300 വർക്ക് 20 ദിവസം ഉണ്ട്. അപ്പൊ ഒരു ദിവസം 300/20 15 ആണ് എയുടെ എഫിഷ്യൻസി. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 300/25, അവിടെ 12 ആണ് ബിയുടെ എഫിഷ്യൻസി. ഇനി സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 300/30 10 ആണ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 പേരുടെ എഫിഷ്യൻസി കിട്ടി. ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? ചോദിച്ചേക്കുന്നത് എന്താ? എ എൻ സി ഡിസൈഡ് ടു വർക്ക് ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഫോർ ദ ഫസ്റ്റ് 6 days. അപ്പൊ ആദ്യത്തെ 6 ദിവസത്തിൽ എയും സിയും ഓൾട്ടർനേറ്റ് വർക്ക് ചെയ്യാണ്. അതായത് എ ഒരു ദിവസം വർക്ക് ചെയ്യുന്നു, പിന്നെ സി വർക്ക് ചെയ്യുന്നു, എ സി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 ദിവസത്തിൽ 3 ദിവസം എയും 3 ദിവസം സിയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ദിവസം എ വർക്ക് ചെയ്യുകയാണെങ്കിൽ 3 × 15 ആണ് എ കംപ്ലീറ്റ് ചെയ്യുന്നത്, 45 ആണ് എ കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 ദിവസം സി വർക്ക് ചെയ്യുകയാണെങ്കിലോ 3 × 10 30 ആണ് സി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 3 × 15 പ്ലസ് 3 × 10 30, 45 30 75 വർക്ക് അവരവിടെ കംപ്ലീറ്റ് ആവും. 6 ദിവസം കൊണ്ട് 75 വർക്ക് അവിടെ കംപ്ലീറ്റ്. ഇനി ബാക്കിയുള്ള വർക്ക് അടുത്തത്, അത് കഴിഞ്ഞ് ബി ജോയിൻസ് ചെയ്യാണ്. ഇപ്പൊ ഈ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ 6 ദിവസം മാത്രമാണ്. അത് കഴിഞ്ഞ് ബി ജോയിൻ ചെയ്യുന്നു, പിന്നീട് അവർ 3 പേരും കൂടി ഒരേപോലെ വർക്ക് ചെയ്യാണ്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മെനി ഡേയ്സ് ദ റിമൈനിങ് വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഇഫ് ബി വർക്ക്സ് അറ്റ് ഹാഫ് എഫിഷ്യൻസി. അവിടെ ഇനി ബി ഹാഫ് എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? ഒരു പോയിന്റ് കൂടിയുണ്ട്. എ ലെഫ്റ്റ് 4 days ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് വർക്ക്. എ വർക്ക് തീരുന്നതിന് 4 ദിവസം മുമ്പ് ലീവ് ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ ഒന്നുകൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാറുണ്ട്. നമുക്ക് വേണ്ടത് റിമൈനിങ് എത്ര ഡേയ്സ് എടുക്കുന്നതാണ്, ആ ഡേയ്സിന് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ അതിന് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോ 3 പേരും വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. 3 പേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി 15, ബിയുടെ എഫിഷ്യൻസി ബി പകുതി എഫിഷ്യൻസിയിലാണ്, ബിയുടെ എഫിഷ്യൻസി 6, സിയുടെ എഫിഷ്യൻസി 10. അപ്പൊ 15ഉം 6ഉം 10ഉം 31 എഫിഷ്യൻസിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 31 എഫിഷ്യൻസിയിൽ അവര് എക്സ് ഡേയ്സിൽ വർക്ക് ചെയ്യണം. ബാക്കി എക്സ് ഡേയ്സ് നമ്മൾ എടുത്തിട്ട് എക്സ് ഡേയ്സിൽ വർക്ക് ചെയ്യാണെന്ന് വെക്കുക. പക്ഷെ അത് കറക്റ്റ് അല്ല. അവസാനത്തെ 4 ദിവസം എ ഉണ്ടായിരുന്നില്ല. അപ്പൊ മൈനസ് 4 ദിവസത്തെ എയുടെ എഫിഷ്യൻസി, 4 × എയുടെ എഫിഷ്യൻസി 50. ഇതായിരിക്കും ടോട്ടൽ വർക്ക് വരാൻ പോകുന്നത്. ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ റിമൈനിങ് വർക്ക് നമ്മൾ 300 ൽ നിന്ന് 75 പോയിട്ട് ബാക്കി 225 ആണ് ഇനിയുള്ള വർക്ക്.
ആ സ്റ്റെപ്പ് ഒന്നുകൂടി പറയാം. അവിടെ ചെയ്തേക്കുന്നത് നമ്മൾ അവിടെ ചെയ്തേക്കുന്നത് 300 വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ 75 വർക്ക് ഇപ്പോൾ ആ 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 75 വർക്ക് 6 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ബാക്കി വരുന്നത് 300 - 75 225 വർക്കാണ് ബാക്കി വരുന്നത്. ഇനി ആ 225 വർക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്? എ ബി സി ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. പക്ഷെ ബിയുടെ പകുതി എഫിഷ്യൻസിയിൽ, അതുപോലെ അവസാനത്തെ 4 ദിവസം എയില്ല ഉണ്ടായിരുന്നില്ല. അപ്പോൾ എ ബി സി ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ എഫിഷ്യൻസിയുടെ സം ഒരു ദിവസം വർക്ക് എന്ന് പറയുന്നത് 7/15 പ്ലസ് ബിയുടെ പകുതി എഫിഷ്യൻസി ബിയുടെ 6 പ്ലസ് സിയുടെ 10. അപ്പൊ 15ഉം 6ഉം 10ഉം 31 എഫിഷ്യൻസിയിലാണ് അവരിപ്പോ വർക്ക് ചെയ്യുന്നത്. 31 എഫിഷ്യൻസിയിൽ എക്സ് ഡേയ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ 31x ആണ് ടോട്ടൽ വർക്ക്. പക്ഷെ എക്സ് ഡേയ്സ് അല്ല വർക്ക് ചെയ്തത്. അതിൽ 4 ദിവസം ഉണ്ടായില്ല. അപ്പൊ 4 ദിവസയുടെ വർക്ക് അതിന് മൈനസ് ചെയ്യാം. അപ്പൊ 31x - 4 × 15 ആണ് ഇപ്പൊ റിമൈനിങ് വർക്ക് വരുന്നത്. അപ്പൊ അതോടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ 31x = 4 × 15 60 ആണ്. അങ്ങോട്ട് പോകണമെങ്കിൽ 285 എന്ന് വരും. അപ്പൊ അവിടെ എക്സിന്റെ വാല്യൂ 285/31 വരും. എക്സിന്റെ വാല്യൂ അവിടെ 285/31 വരും. അതിന് സോൾവ് ചെയ്യാം. 285/31ന്റെ വാല്യൂ അങ്ങ് കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ തന്നെ ഇപ്പോ ഇവിടുന്ന് ഇനി വേണമെങ്കിൽ ഓപ്ഷനിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവസാനത്തത് either 31നെ വെച്ച് സോൾവ് ചെയ്യാം ഓർ ഓപ്ഷനിൽ നിന്ന് എടുത്ത് നോക്കാം. ഓപ്ഷനിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ 285 ന്യൂമറേറ്ററിൽ 285ഉം വെയിറ്റ് ആണ്. ന്യൂമറേറ്ററിൽ 285ഉം ഡിനോമിനേറ്ററിൽ 31 ആണ്. അത് ഓപ്ഷനിൽ ചെക്ക് ചെയ്യാം. മിക്സ്ഡ് ഫ്രാക്ഷൻ ആണുള്ളത്, അത് ആലോചിക്കാം. ഓപ്ഷൻ 1 ഒഴികെ ബാക്കി എല്ലാത്തിലും ഡിനോമിനേറ്ററിൽ 31 ഉണ്ട്. അപ്പം ഓപ്ഷൻ 1 എന്തായാലും വരില്ല, അത് എലിമിനേറ്റ് ആയി. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ 5 ആണ് എൻഡിങ്ങിൽ ഉള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷനെ മാറ്റിയിട്ട് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ വരാൻ പോകുന്നത് 31 × 9 + 8 ആണ് ന്യൂമറേറ്ററിൽ വരാൻ പോകുന്നത്. നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഓപ്ഷൻ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ 31 × 9 + 8 ആണ് ന്യൂമറേറ്ററിൽ വരാൻ പോകുന്നത്. 31 × 9 + 8 എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 9 + 8 7 ആണ് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ബി എന്നുള്ള ഒരു ഓപ്ഷൻ വരില്ല. ഇനി അടുത്തത് സി നോക്കുകയാണെങ്കിൽ, സിയിൽ ഫ്രാക്ഷൻ മാറ്റുകയാണെങ്കിൽ, മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റുകയാണെങ്കിൽ അവിടെ 31 × 9 + 9/31 ആണ് അത് വരാൻ പോകുന്നത്. അപ്പൊ 31 × 9 + 9 യൂണിറ്റ് ഡിജിറ്റ് വരാൻ പോകുന്നത് 31 × 9 9 ആണ്. 9 + 9 8 ആണ്. 18 ആണ്. 8 ആണ് ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതും വരില്ല. ഡയറക്റ്റ് ഫോർത്ത് ഓപ്ഷൻ ആൻസർ ആയിട്ട് എടുക്കാം. ഫോർത്ത് ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ വരാൻ പോകുന്നത് 31 × 9 + 6 ആണ്. അതായത് 9 + 6 15 5 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരാൻ പോകുന്നത് ന്യൂമറേറ്ററിൽ. നമുക്ക് അതിനെയാണ് കിട്ടിയിരിക്കുന്നത് 285 ആണ് ന്യൂമറേറ്ററിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഞാൻ അവസാനം പറഞ്ഞ സ്റ്റെപ്പ് നമ്മൾ കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിന്റെ കാര്യമുള്ളൂ. 1 × 9 9 + 8 എന്നുള്ള രീതിയിലേക്ക് എടുത്ത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ ടൈം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റെപ്പ് എടുത്ത് ചെയ്യരുത്. ഇത് ഡയറക്റ്റ് 285/31 തന്നെ ചെയ്തു വെക്കുക. അപ്പൊ ഈ ക്വസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിന്റെ താഴെ തന്നെ വേറൊരു വീഡിയോന്റെ ലിങ്ക് ഇട്ടിട്ട് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്.